മക്കളെ, മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയാണ്. ഇന്നത്തെ വീഡിയോ നമ്മളെ വീട് മഴ പെയ്താൽ നമ്മുടെ പരിസരം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സ്റ്റുഡിയോ ആണ് കാണിക്കാൻ പോണത്. ഈ പുളിന്ന് വീഴുന്ന ഇലയും പൂവുമാണ് മുറ്റത്ത് നിറച്ചിട്ട. മക്കളെ, എനിക്ക് ഇറങ്ങാനൊക്കെ പേടിയാണ്. പതുക്കെയാണ് ഞാൻ ഇറങ്ങണത്. മരം മുറിക്കാനും തോന്നണില്ല. ഇത് കണ്ടില്ലേ മക്കളെ, ഇതാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്റ്റുഡിയോ. ഇവിടെ കെട്ടിയിരിക്കുന്നത് നല്ല വെള്ള സീറ്റാണ്. വെള്ള സീറ്റ് പറഞ്ഞാൽ അത് കെട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ള സീറ്റ് കെട്ടിയത്. ഈ ഐഡിയ ഒക്കെ എൻ്റെ മോൻ്റെ ഐഡിയ ആണ്, വെള്ള സീറ്റ് കെട്ടണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിള്, അടുപ്പ്. ഇത് വെച്ചിരിക്കുന്നത് മഴ പെയ്താൽ സീറ്റ് ഇങ്ങനെ താന്ന് വരും. വെള്ളം കെട്ടിയിട്ടേ ഈ ഊഞ്ഞാല് പോലെ കിടന്ന് ആടും വെള്ളം. അതുമില്ലാതിരിക്കാനാണ് ഈ സാധനം വെച്ച് പൊന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇതെടുത്ത് മാറ്റും. വീഡിയോ എടുത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഇതെടുത്ത് വെക്കും. ഇത് കണ്ടില്ലേ മക്കളെ, ഇതാണ് നമ്മളെ അടുപ്പ്. ഈ അടുപ്പ് ഈ സീറ്റ് ഇട്ടത് കൊണ്ടാണ് ഇത് നനയാതിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ അടുപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ താഴ്ത്ത് കൊടുക്കാം. ഇത് ഞങ്ങളുടെ ഊഞ്ഞാലാണ്. ഈ മഴ പെയ്യുമ്പോഴേ ഇതിൽ ഊഞ്ഞാലിരുന്ന് ആടാൻ നല്ല സുഖമാണ്. ഇത് ആടുമ്പോൾ ചറപറാ വെള്ളം ചാടും. കണ്ടില്ലേ മുഖമൊക്കെ വെള്ളം. നല്ല സുഖമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ പുതിയ അഗതികളാണിത്. ഈ കൂട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഇഷ്ടത്തിന് തന്നെ കോഴീനെ വിരിയാൻ വെച്ച് കുട്ടികളെ ഇതിലിട്ടാണ് ആദ്യം വളർത്തി. കുറച്ച് വലുതായതിന് ശേഷം പുറത്തുവിടും. എന്നാലും പാതിയേ കിട്ടുള്ളൂ കേട്ടോ. കീരി പിടിച്ചുകൊണ്ട് പോവും, പട്ടികൾ പിടിച്ചുകൊണ്ട് പോവും. ഇതുണ്ട് നമ്മൾ പുറത്ത് വിട്ടാൽ 6 എണ്ണം കയറി വരും. 4 എണ്ണത്തിന് എന്ത് കൊണ്ടുപോകും? കീരി കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം പിറ്റേ ദിവസം വിട്ടാൽ 1 എണ്ണം വരും. പിന്നെ ബാക്കിയുള്ളതിനെയും കീരി കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇത്ര പോകുന്നതിന് ശേഷമാണ് ഇവരെ ഞാൻ പുറത്ത് വിടുന്നത്. ഇനി അവിടെ നിന്ന് വലുതായ കോഴിയണയൊക്കെ ഇവിടെയാണ്, ഈ കൂട്ടിലാണ് ഇടുക. ഈ കൂട് കണ്ടില്ലേ, ഇത് നമുക്ക് മുട്ട കോഴികളെ വിരിയാൻ വെക്കാനുള്ള കൂടാണ്. എപ്പോഴെങ്കിലും 1-2 കോഴികളെ കയറ്റും. പിന്നെ അത് വിരിയാനുള്ള കൂടാണ്, വിരിയിക്കാനുള്ള. പിന്നെ അത് കണ്ടില്ലേ, കോഴി മുട്ടയിടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടില്ലേ, കോഴികൾ കിടക്കുന്നുണ്ട്, 2 എണ്ണം പൊരുന്തി കിടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ മുട്ട. ഇത് കാക്കകളൊന്നും എടുത്തുകൊണ്ട് പോകില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കർട്ടൻ ഇവിടെ ഇട്ട് കൊടുക്കും. നമ്മൾ എവിടെ പോയിട്ട് വന്നാലും 10 ദിവസം കഴിഞ്ഞ് വന്നാലും മുട്ട അവിടെ തന്നെ കിടക്കും. കണ്ടില്ലേ, ഇങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കീറിയിക്കണ് മഴ പെയ്തിട്ട്. ഇനി ഇത് മാറ്റാനായിക്കണ്. മുട്ട അതിലുള്ളിലിടും. ആരും കാണുമില്ല. കാക്കയും കൊണ്ടുപോകില്ല, പട്ടിയും കൊണ്ടുപോകില്ല. പൊരുന്തി പനിച്ച് കിടന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഇത് കണ്ടില്ലേ, ഞങ്ങൾ എവിടെന്നോ കൊണ്ടുവന്ന് ഒരു സീതാപ്പഴം തിന്നിട്ട് ഇട്ട അതിൻ്റെ കുരുവാണ്. ഇത് പല സ്ഥലങ്ങളിൽ പല പേര് പറയും കേട്ടോ. ഇവിടെ പറയണത് സീതാപ്പഴം എന്നാണ് പറയുക. അതിൻ്റെ മരം കണ്ടില്ലേ, ഓടൊക്കെ പൊതിഞ്ഞ് മുട്ടി നിൽക്കണ്. ഇനി മഴക്കാലം കഴിഞ്ഞാൽ ഇതിൽ കുറേ പഴങ്ങളുണ്ടാവും. ഇവിടെ മഴ പെയ്താൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ ചെറിയ തൊപ്പപ്പുഴുക്കളില്ലേ, അതൊരു തരം മുട്ടയിട്ട് വിരിച്ചതുപോലെ വീട് നിറച്ച് ഈ സീറ്റ് നിറച്ചൊക്കെ ഇങ്ങനെ വരും. അത് ആട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടികളൊക്കെ വന്നാൽ ഭയങ്കര പേടി തോന്നും, അതിൻ്റെ മേലെ പെട്ട ചൊറിയോന്ന്. ഇതിനെന്താ മരുന്നെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചു തരിക. ഈ വലിയ പുളിയുടെ പൂവും ഇലയുമാണ് ഈ മുറ്റത്ത് കാണുന്നത് കേട്ടോ. അടിച്ചാലും ഒതുങ്ങൂല്ല. നിറച്ച് പൂണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ കൊല്ലം നിറച്ച് കായ ഉണ്ടാവുമെന്ന്. നോക്കുമ്പോഴോ പൂക്കളൊക്കെ വെറുതെ കൊളിഞ്ഞു പോയി. ഇനിയിപ്പോൾ മേലുണ്ട് കുറച്ച് പൂ. അതിനി എന്നാണാവോ കൊഴിഞ്ഞു പോണത്. ഈ പുളിയുടെ ഇല ഉണ്ടാവുന്നത് കൊണ്ടാ തോന്നുന്നുണ്ട് ഈ മുറ്റത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു സാധനം ഉണ്ടാവില്ല. ഒന്ന് നല്ല മുളച്ച് വരും, പിന്നെ നോക്കുമ്പോൾ ഒക്കെ കേടന്ന് പോയിട്ടുണ്ടാവും. വേര് ഉള്ളിലില്ലാതെ മേലെയാണ് മുളയ്ക്കുന്നത്. വേരില്ലെങ്കിൽ അത് മുളച്ചാൽ നിൽക്കുമോ? ഒക്കെ ഉണങ്ങിപ്പോവും. ഇത് കണ്ടില്ലേ, ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ മഴയും കാറ്റും വന്ന് ആസ്വദിച്ചിരിക്കുക.
നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ വരെ കാണും, റോഡ് വരെ. പിന്നെ ഇവിടെ ഞങ്ങൾ മഴ പെയ്യുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കഥ പറയലും ചിലപ്പോൾ ഭക്ഷണം കഴിക്കലും എന്തേലും കാര്യം പറയലൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. രാത്രി അതേപോലെ കറണ്ട് പോയാലും ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ കറണ്ട് പോയതേ അറിയില്ല, പിന്നെ വന്നാലേ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ മഴ പെയ്താൽ ഞങ്ങളെ ഇവിടുത്തെ വിശേഷങ്ങൾ.